പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 12ാം ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 4 പ്ലാനിങ്ങിൻ്റെ പാർട്ട് 2 നമ്മളിന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് ആദ്യമായിട്ട് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ വിശദമായിട്ട് കാണുന്നത്. പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ലക്ഷ്യ നിർണയനമാണ് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ നടപടിക്രമം. Objectives or goals specify what the organization wants to achieve. Objective should be stated clearly for all departments, units and employees. സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സിന് പുറമെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും യൂണിറ്റ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. If the end result is clear, it becomes easier to work towards the goal. പ്ലാനിങ്ങിൽ നമ്മൾ ലക്ഷ്യനിർണ്ണയം നടത്തുന്നതിലൂടെ സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഏത് ലക്ഷ്യമാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തത ലഭിക്കുന്നുണ്ട്. പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് പ്രിമിസസ്. പ്ലാനിങ് ഈസ് മെയ്ഡ് ഫോർ ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൈൻ ഇൻ നേച്ചർ. പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഭാവിയിലേക്ക് ഉള്ള ആവശ്യങ്ങൾക്കാണ്. ഭാവിയിലെ സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കൃത്യതയോടെ പ്ലാനുകൾ തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള അസംഷനുകളാണ് ഇവിടെ പ്രിമിസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The manager is required to make certain assumptions about the future called premises. Forecast can be made about the demand for a particular product, policy change, interest rate, prices of capital goods, tax rate, etc. പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഏത് കാലയളവിലേക്കുള്ള പ്ലാനുകളാണോ തയ്യാറാക്കുന്നത് ആ കാലയളവിലുള്ള ഡിമാൻഡ്, യന്ത്രസാമഗ്രികളുടെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നികുതി നിരക്കിലുള്ള മാറ്റങ്ങളൊക്കെ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഭാവിയിലെ സാഹചര്യങ്ങളെ മുൻകൂട്ടി ദർശിക്കലാണ് പ്ലാനിംഗ് പ്രിമിസസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് പ്ലാനിംഗ് പ്രിമിസസ് എന്നറിയപ്പെടുന്നത്. പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. All the alternative courses of action for achieving the objectives should be identified. ലക്ഷ്യനിർവഹണത്തിനായി സാധ്യമായിട്ടുള്ള എല്ലാ ബദലുകളെയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. More alternatives should be generated and thoroughly discussed amongst the members of the organization. ഏത് പ്രവർത്തനമാണെങ്കിലും അവ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ മുൻകൂട്ടി കണക്കിലെടുക്കേണ്ടതുണ്ട്. നാലാമതായി ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. അങ്ങനെ കണ്ടെത്തിയ ബദലുകളെ വിലയിരുത്തലാണ് അടുത്ത നടപടിക്രമം. The positive and negative aspects of each proposal need to be evaluated in the light of the objectives to be achieved. ഒരേ സമയത്ത് അതിൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും വിലയിരുത്തിയിട്ട് വേണം ബദലുകളെ നമ്മൾ പരിഗണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, in financial plans, the risk-return trade-off may be used for evaluation. ഉദാഹരണമായി, ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്.
റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഒരു സന്തുലിതാവസ്ഥയിൽ വേണം തീരുമാനമെടുക്കാൻ. 5ാമത്തെ സ്റ്റെപ്പാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ദിസ് ഈസ് ദ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് ഓഫ് ദ പ്ലാനിംഗ് പ്രോസസ്. തീരുമാനമെടുക്കുന്നൊരു ഘട്ടമാണിത്. നമ്മൾ വിവിധ ബദലുകളെ വിലയിരുത്തുകയും അതിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കലാണ് അല്ലെങ്കിൽ തീരുമാനിക്കലാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ദ ഐഡിയൽ പ്ലാൻ വുഡ് ബി ദ മോസ്റ്റ് ഫീസിബിൾ, പ്രോഫിറ്റബിൾ ആൻഡ് വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നായിരിക്കണം, മോസ്റ്റ് ഫീസിബിൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ, ഏറെ ലാഭകരമായിട്ടുള്ള ഒന്നായിരിക്കണം. ആൻഡ് ഓൾസോ വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ്, അതിൻ്റെ ബാഡ് ഇമ്പാക്റ്റുകൾ ഏറ്റവും കുറഞ്ഞതായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്ലാൻ. പ്ലാനുകൾ നടപ്പിൽ വരുത്തലാണ് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരലാണ് അടുത്ത ഘട്ടം. This stage is concerned with putting the plan into action. This step would also involve organizing for labor and purchase of machinery. For example, if there is a plan to increase production, then more labor, more machinery will be required. നമ്മുടെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലേബർ, മെറ്റീരിയൽസ്, മെഷീനറിയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോളോ അപ്പ് ആക്ഷൻ. ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ടു സീ വെദർ പ്ലാൻസ് ആർ ബീങ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ. പദ്ധതികൾ നടപ്പിലാക്കിയതിന് ശേഷം അവയെ തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. മോണിറ്ററിംഗ് ദ പ്ലാൻസ് ഈസ് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. അപ്പോൾ ഇതൊരു മോണിറ്ററിംഗ് ഘട്ടമാണ്. പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ നടന്നോ എന്നുള്ള നിരന്തര വിലയിരുത്തലാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ പ്ലാനുകളിൽ നടപ്പിലാക്കാവുന്നതാണ്. ഈ വിവിധ സ്റ്റെപ്പുകളെ നമുക്കൊന്നുകൂടി കണ്ടു നോക്കാം. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിംഗ് പ്രോസസ്. സെക്കൻഡ്ലി, develop planning premises. And the third step is identifying alternatives. The fourth step is evaluating alternatives. Then selecting the best alternative. And the sixth step is implementation of plans. And the last step is follow-up activity. Then we shall discuss about the different types of plans. വിവിധ തരം പ്ലാനുകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്ലാനുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ്ലി, സിംഗിൾ യൂസ് പ്ലാനുകൾ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഇവൻ്റ് ഓർ പർപ്പസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂസിന് മാത്രമായിട്ട് തയ്യാറാക്കുന്നവയാണ്. ഏതെങ്കിലും ഒരു ഇവൻറ്റിന് അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കുന്ന പ്ലാനാണിത്. ദേ ആർ പ്രിപ്പയർഡ് ഫോർ നോൺ റെക്കറിംഗ് സിറ്റുവേഷൻസ്. അവ ആവർത്തന സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളല്ല. These plans includes budgets, programs and projects. ബജറ്റുകൾ, പ്രോഗ്രാമുകൾ, പ്രോജക്ട്സുകളൊക്കെ സിംഗിൾ യൂസ് പ്ലാനുകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമതായി സ്റ്റാൻഡിംഗ് പ്ലാനുകളാണ്. സ്റ്റാൻഡിംഗ് പ്ലാൻ ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ്
that occur regularly over a period of time. ബിസിനസ്സിൽ റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് സ്റ്റാൻഡിംഗ് പ്ലാനുകൾ ആവശ്യമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ് but it modified from time to time to meet business needs as required. ഇത്തരം സ്റ്റാൻഡിംഗ് പ്ലാനുകൾ ഒരിക്കൽ തയ്യാറാക്കിയാൽ മതി, പിന്നീട് ആവശ്യാനുസരണം അതിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഇൻക്ലൂഡ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് എക്സെട്ര. പോളിസികൾ, പ്രൊസീജിയറുകൾ, മെത്തേഡ്സ്, റൂൾസ് ഒക്കെ സ്റ്റാൻഡിംഗ് പ്ലാനുകൾക്ക് ഉദാഹരണമാണ്. ഈ വിവിധ തരത്തിലുള്ള പ്ലാനുകളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആൻ ഒബ്ജക്റ്റീവ് ഈസ് സിംപ്ലി ദ എൻഡ് റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള പ്ലാനുകളാണ്. Example, an organization may have an objective of increasing sales by 10% or earn 20% profit from business. They are usually set by top management of the organization. Objectives സാധാരണ സെറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. It is a general plan prepared by top management outlining resources allocation, priorities, and takes into consideration the business environment and competition. ബിസിനസ് സാഹചര്യങ്ങളെയും മത്സരത്തെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന പ്ലാനുകളാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ കമ്പനീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഹാസ് ടു അഡ്രസ് ഹൗ ഡു വി അഡ്വർടൈസ് ദ പ്രോഡക്റ്റ്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനയാറുണ്ട്. ഇത്തരത്തിലുള്ള പരസ്യ തന്ത്രങ്ങൾ സ്ട്രാറ്റജിക്ക് ഉദാഹരണമാണ്. മൂന്നാമതായി പോളിസി അഥവാ നയം എന്താണെന്ന് നോക്കാം. പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഗൈഡ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. പോളിസി എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാനേജർമാരുടെ ചിന്താഗതിയെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ചില പൊതു വാക്യങ്ങളാണിവ. ഉദാഹരണമായി, ദ കമ്പനി മേ ഹാവ് എ റിക്രൂട്ട്മെൻറ്റ് പോളിസി, പ്രൈസിംഗ് പോളിസി, ക്രെഡിറ്റ് പോളിസി എക്സെട്ര. റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച്, ജീവനക്കാരുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു പോളിസി, അല്ലെങ്കിൽ വില നിർണ്ണയത്തിനെ കുറിച്ചുള്ള, ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പോളിസി ഉണ്ടാവാം, അല്ലെങ്കിൽ കടത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പോളിസി ഉണ്ടാവും. ദ മാനേജർ മേ യൂസ് ഹിസ് ഡിസ്ക്രിഷൻ ടു ഇൻ്റർപ്രറ്റ് ദ ആൻഡ് അപ്ലൈ എ പോളിസി. എന്നാൽ ഇവിടെ പോളിസി എന്ന് പറയുന്നത് വെറും ജനറൽ ഗൈഡ് ലൈൻസ് മാത്രമാണ്. അതിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ മാനേജേഴ്സിന് കഴിയുന്നതാണ്. നാലാമതായി പ്രൊസീജിയേഴ്സ് എന്താണ്? പ്രൊസീജിയേഴ്സ് ആർ റൊട്ടീൻ സ്റ്റെപ്സ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്. നടപടിക്രമങ്ങളാണ്. ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണം, അതിൻ്റെ റൊട്ടീൻ സ്റ്റെപ്സ് പ്രതിപാദിക്കുന്ന ഒന്നാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദേ ആർ ദ സ്പെസിഫൈഡ് സ്റ്റെപ്സ് ടു ബി ഫോളോവഡ് ഇൻ എ പർട്ടിക്കുലർ സർക്കംസ്റ്റൻസ്. ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ഓരോ സിറ്റുവേഷനിലും എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രൊസീജിയേഴ്സിൽ പറയുന്നത്. ഉദാഹരണമായി, ദർ മേ ബി എ പ്രൊസീജിയർ ഫോർ റിക്വസിഷനിങ് സപ്ലൈസ് ബിഫോർ പ്രൊഡക്ഷൻ, പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് എക്സെട്ര. സാധനങ്ങൾക്കുള്ള ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അത് സപ്ലൈ ചെയ്യുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ജീവനക്കാരുടെ സെലക്ഷൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് തീരുമാനിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി റൂൾസ്, നിയമങ്ങൾ. റൂൾസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ.
ഓരോ കാര്യം എങ്ങനെ ചെയ്യണം എന്നതിന് വ്യക്തത നൽകുന്ന പ്രത്യേക വാക്യങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. They do not allow for any flexibility or discretion. It reflects a managerial decision that a certain action must or must not be taken. Example, employees should report at 10 a.m. at their workplace. തൊഴിലാളികൾ കൃത്യസമയം 10 a.m. ജോലി സ്ഥലത്ത് ഹാജരാകണമെന്നുള്ളത് ഒരു നിയമമാണ്. ഇതെല്ലാ ജീവനക്കാർക്കും ബാധകമായിരിക്കും അവിടെ. ഇത്തരത്തിൽ റൂൾസ് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു വക റിലാക്സേഷനും ആർക്കും നൽകാൻ കഴിയുന്നതല്ല. ആറാമതായി മെത്തേഡ്സ്, രീതികൾ. മെത്തേഡ്സ് പ്രൊവൈഡ്സ് the prescribed ways or manner in which a task has to be performed. ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതിൻ്റെ രീതികൾ നിശ്ചയിക്കേണ്ടതുണ്ട്. It deals with a task comprising one step of a procedure and specifies how this step is to be performed. പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ കണ്ടു. ആ പ്രൊസീജിയറിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് ടു എംപ്ലോയീസ്, വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എക്സെട്ര. തൊഴിലാളികൾക്ക് പരിശീലനം കൊടുക്കാൻ വിവിധ രീതികളുണ്ടാവാം. അതിലേത് രീതി ഉപയോഗിക്കണം, അല്ലെങ്കിൽ പീസ് വേജ് സിസ്റ്റമോ അല്ലെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റമോ, ഏത് വേജ് പേയ്മെൻറ്റ് രീതി സ്വീകരിക്കണം. ഏഴാമതായി പ്രോഗ്രാംസ്. പ്രോഗ്രാംസ് വിൽ ഇൻക്ലൂഡ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ടു അച്ചീവ് ദ സ്പെസിഫിക് ഗോൾ. പ്രോഗ്രാമുകൾ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, അതിൻ്റെ ക്രമീകരണം എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തത നൽകുന്ന ഒന്നാണ്. In this plan, minute details are worked out within the broad policy framework. Example, designing 1 week training program to the new employees. പുതിയ ജീവനക്കാർക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നു. എട്ടാമതായി ബജറ്റുകൾ എന്താണെന്ന് നോക്കാം. A budget is a statement of expected results expressed in numerical terms. സംഖ്യാപരമായിട്ട് അല്ലെ ന്യൂമറിക്കൽ ടേംസിൽ ഫ്യൂച്ചർ ഇവൻസിനെ പ്രതിപാദിച്ചിട്ടുള്ളതായിരിക്കും ബജറ്റുകൾ. ഫോർ എക്സാമ്പിൾ, എ സെയിൽസ് ബജറ്റ് മേ ഫോർകാസ്റ്റ് ദ സെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഇൻ ഈച്ച് ഏരിയ ഫോർ എ പർട്ടിക്കുലർ മന്ത്. സെയിൽസ് ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഓരോ മാസത്തെയും സെയിൽസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്, പ്രവചിക്കുകയാണ്. അതിൻ്റെ എമൗണ്ട് മുൻകൂട്ടി നമ്മൾ നിർണയിച്ചുകൊണ്ട് ആണ് ഒരു സെയിൽസ് ബജറ്റ് തയ്യാറാക്കുന്നത്. എ ബജറ്റ് ഈസ് ഓൾസോ എ കൺട്രോൾ ഡിവൈസ് ഫോർ വിച്ച് ഡീവിയേഷൻസ് ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. ഇത്തരത്തിൽ ബജറ്റുകൾ തയ്യാറാക്കി കൺട്രോളിംഗ് സാധ്യമാണ്. ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഡീവിയേഷൻസിനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ പോളിസികളും റൂളുകളും 2 ടൈപ്പ് ഓഫ് പ്ലാനായിട്ട് കാണുകയുണ്ടായി. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഇനി ചർച്ച ചെയ്യാം. പോളിസി എന്ന് പറയുമ്പോൾ ദേ ആർ ബേസ്ഡ് അപ്പോൺ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് പോളിസി എന്ന് പറയുന്നത്. ബട്ട് റൂൾസ് ആർ ബേസ്ഡ് ഓൺ പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് റൂളുകൾ. ആൻഡ് സെക്കൻഡ്ലി, പോളിസീസ് ആർ ഫ്ലെക്സിബിൾ നേച്ചർ.
While interpreting policies, one can deviate in his decision to some extent according to his understanding. നയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. എന്നാൽ റൂൾസ് എന്ന് പറയുമ്പോൾ റിജിഡാണ്, അത് കർക്കശമായിട്ട് നടപ്പിലാക്കേണ്ടവയാണ്. റിജിഡ് ഇൻ നേച്ചർ. ദർ കനോട്ട് ബി എനി ഡീവിയേഷൻ, ദർ കനോട്ട് ബി ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓൾസോ. ഒരിക്കലും വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ പോളിസി ഓരോരുത്തരും മനസ്സിലാക്കിയതിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മൂന്നാമതായി, പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്. പോളിസി ആകുമ്പോൾ അത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്ന് മാത്രമാണ് പോളിസി എന്ന് പറയുന്നത്. ബട്ട് റൂൾസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി അപ്ലൈഡ് ഫോർ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് റൂൾ എന്ന് പറയുമ്പോൾ. ദർ ക്യാൻ ബി എക്സെപ്ഷൻസ് ടു പോളിസീസ്. പോളിസിയിലെ എക്സെപ്ഷനുകൾ അനുവദനീയമാണ്. ചില ഒഴിവുകഴിവുകൾ പോളിസികളിൽ അനുവദനീയമാണ്. ദർ കനോട്ട് ബി എക്സെപ്ഷൻ റൂൾസ്. റൂൾസിൽ ആർക്കും എക്സെപ്ഷൻ ലഭ്യമല്ല. എല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പോൾ പോളിസിയിൽ എക്സെപ്ഷൻസ് സാധ്യമാണെങ്കിൽ റൂൾസിൽ യാതൊരു വക എക്സെപ്ഷൻസിനും അനുവദനീയമല്ല. താങ്ക് യു എവരിവൺ.